ഞാൻ പറയുന്ന കാര്യത്തിന് സത്യത്തിൽ ശാസ്ത്രീയത അല്ലെങ്കിൽ സയൻറ്റിഫിക് എവിഡൻസ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ പണ്ട് കാലം മുതൽ തന്നെ നിമിത്ത ശാസ്ത്രം, ഗൗളിശാസ്ത്രം, ഇങ്ങനെയൊക്കെ ഒരുപാട് ഇൻഡ്യൂറ്റീവായിട്ട് നമ്മുടെ ഉൾക്കാഴ്ചയിൽ, നമ്മുടെ ഇൻസൈറ്റിൽ വരുന്ന ചില ഇൻഫർമേഷൻസ് അത് തള്ളിക്കളയാൻ പാടില്ല. നമ്മൾ നല്ല മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് നല്ല ഉൾക്കാഴ്ച ഉണ്ട് എന്നുള്ളതാണ്. ആധ്യാത്മികമായിട്ടുള്ള തിരിച്ചറിവ്, ആധ്യാത്മികമായിട്ടുള്ള വികസനം ലഭിക്കുന്നവർക്ക് ഉൾക്കാഴ്ച വളരെ ശക്തമായിരിക്കും. നമ്മുടെ തേർഡായി, നമ്മുടെ പുരിക മധ്യേ ഉള്ള തേർഡ് ഐ ചക്ര ശരിക്കും ഡെവലപ്പ് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും. എന്തായാലും ശരി തന്നെ. ഇപ്പം ചിലരെന്നോട് ചോദിക്കാറുണ്ട്, ഇങ്ങനെ വലത് കണ്ണ് തുടിച്ചാൽ എന്താണ്, അല്ലെങ്കിൽ ഇടത് കണ്ണ് തുടിച്ചാൽ എന്താണ് അർത്ഥം? ഏതായാലും നമ്മുടെ വലത് സൈഡ് ബോഡി, വലതുവശത്തെ ബോഡി എന്ന് പറയുന്നത് ക്രിയാത്മകത, ആധ്യാത്മികത, ഉൾക്കാഴ്ച എന്നിവയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം പുരുഷന്മാരെ സംബന്ധിച്ചോളം വലത് കണ്ണ് തുടിക്കുന്നെങ്കിൽ അത് ശുഭകരമായ ഒരു നിർദ്ദേശമാണ്, നല്ലതാണ് എന്നാണ് പറയുക. ഇടത് കണ്ണ് തുടിച്ചാൽ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ വാഹനം എടുത്തുകൊണ്ട് ഇറങ്ങുകയാണ്, ഒന്ന് ശ്രദ്ധിച്ചേക്കൂ. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാക്ക് അല്ലെങ്കിൽ പ്രവൃത്തി ഒന്ന് ശ്രദ്ധിച്ചേക്കൂ, നിങ്ങളുടെ ഇടത് കണ്ണ് തുടിക്കുകയാണെങ്കിൽ എന്നൊരു സൂചന പണ്ട് പഴമക്കാർ. അപ്പോൾ എന്നോട് തന്നെ ഒരുപാട് അമ്മൂമ്മമാരുടെ ഇടയിലാണ് ഞാനും വളർന്നത്. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞ ഓർമ്മ എനിക്കുണ്ട്. ഇപ്പം നമ്മുടെ ജ്യോതിഷത്തിലും ഇങ്ങനെ നിമിത്ത ശാസ്ത്രം പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഈ വലത് കണ്ണ് തുടിക്കുന്നു, ഇടത് കണ്ണ് തുടിക്കുന്നു. അപ്പം സ്ത്രീകളെ സംബന്ധിച്ചുള്ള തിരിച്ചാണ്. സ്ത്രീകൾക്ക് ഇടത് കണ്ണ് തുടിച്ചാൽ നല്ലതായിട്ടും വലത് കണ്ണ് തുടിച്ചാൽ മോശമായിട്ടുമാണ് പറയുന്നത്. പുരുഷന്മാർക്ക് വലത് കണ്ണ് തുടിച്ചാൽ നല്ലതായിട്ടും ഇടത് കണ്ണ് തുടിച്ചാൽ മോശമായിട്ടുമാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇതിന് ശാസ്ത്രീയത ഒന്നും നമുക്ക് തെളിയിക്കാൻ പറ്റില്ല, സയൻറ്റിഫിക് എവിഡൻസ് ഒന്നുമില്ല. എന്നിരുന്നാലും ഒരു ഇൻഫർമേഷൻ, ഒരു കൗതുകം, ഒരു രസം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ റൈറ്റ് ഹെമിസ്ഫിയർ ഓഫ് ദ ബ്രെയിൻ എന്ന് പറയുന്ന ക്രിയേറ്റിവിറ്റി ആണല്ലോ, കൺസ്ട്രക്റ്റിവിറ്റി ആണല്ലോ, പ്രൊഡക്റ്റിവിറ്റി ആണല്ലോ. അതാണല്ലോ ഇന്നേ കുട്ടികൾക്ക് നഷ്ടമായിരിക്കുന്നത്. കാരണം പുസ്തകം വായിക്കത്തില്ലല്ലോ, ഏത് നേരവും മൊബൈലും കുത്തി നടക്കുമല്ലേ. അപ്പോൾ ലെഫ്റ്റ് എന്ന് പറയുന്നത് ലോജിക്കലാണ്. അപ്പം അങ്ങനെയുള്ള യാഥാസ്ഥികത, കൂടുതൽ പ്രാക്ടിക്കൽ, റിസർച്ച് ഓറിയൻറ്റഡ്, ഇങ്ങനെയുള്ള മനസ്ഥിതി ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെയുള്ളവരുടെ കൂടുതൽ അവർ യൂസ് ചെയ്യുന്ന ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബ്രെയിനാണ്. അപ്പോൾ ഇപ്പോൾ ആർട്ടിസ്റ്റ്, നല്ല ചിത്രകാരന്മാർ, അങ്ങനെയുള്ള നല്ല ക്രിയാത്മകമായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് കൂടുതലും അവർ റൈറ്റ് ഹെമിസ്ഫിയർ ഓഫ് ദ ബ്രെയിനാണ് യൂസ് ചെയ്യുന്നത്. ഇത് സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ കണ്ണ് തുടിക്കുന്നത് അതൊരു നിമിത്ത ശാസ്ത്രം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ. എന്തായാലും ശരി തന്നെ, പണ്ട് കാലം മുതൽ തന്നെ അനുവർത്തിച്ച് വരുന്ന ഒരു നോളജ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിനൊന്നും വലിയ പ്രാധാന്യമൊന്നും കൊടുക്കേണ്ടതില്ല. എങ്കിലും പ്രകൃതി നമുക്ക് തരുന്ന ചില സൂചനകൾ, നമ്മൾ പ്രകൃതിയുമായിട്ട് കണക്റ്റഡാണ്. പക്ഷെ നമ്മളെല്ലാവരും ഇന്ന് പ്രകൃതിയായിട്ട് അകന്ന് കഴിയുകയാണ്, അകന്ന് ജീവിക്കുക. അല്ലെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് ഇപ്പം പ്രകൃതിയുമായി ഇണങ്ങി, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് സുനാമി വന്നു. അപ്പം പ്രകൃതിയുമായി ജീവിച്ച് പ്രകൃതിയുമായി ഇണങ്ങി വന്നിരുന്ന ജീവജാലങ്ങളൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. വീട്ടിൽ കെട്ടിയിട്ടിരുന്ന പശുവും പട്ടിയൊക്കെയാണ് ചത്തൊടുങ്ങിയത്. നിങ്ങൾ നോക്കൂ, സുനാമി സമയത്ത് ചത്തൊടുങ്ങിയത് പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ച ജീവജാലം ഒന്നിനെപ്പോലും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റത്തില്ല. ഇനി മറ്റൊരു പ്രതിഭാസമുണ്ട്. എൻ്റെ അറിവിൽ നമ്മുടെ പൂച്ച, അത് മരിക്കാൻ പോകുന്നതിന് അറിയാമെന്നാണ് പറയുന്നത്. അങ്ങനൊരു സൈക്കിക് എബിലിറ്റി അതിനുണ്ട്. എവിടെയെങ്കിലും ഒതുങ്ങിപ്പോയിരുന്ന് അത് ചാവത്തുള്ളൂ. മാത്രവുമല്ല, ഇപ്പം വല്ലപ്പോഴും നമ്മൾ വല്ല വൈദ്യുത കമ്പി, ഇലക്ട്രിക് കമ്പിയോ എല്ലാം തട്ടി ചത്ത് കിടക്കുന്ന വല്ല വവ്വാലോ അല്ലെങ്കിൽ ചില പക്ഷിയോ അല്ലെങ്കിൽ വണ്ടി തട്ടി ചത്ത് കിടക്കുന്ന വല്ല എന്തെങ്കിലും ചെറിയ ജീവജാലങ്ങളല്ലാതെ നിങ്ങൾ നോക്കൂ, പ്രകൃതിയിൽ ഇങ്ങനെ ചത്ത് കിടക്കുന്ന ജീവജാലങ്ങൾ നമുക്ക് കാണിക്കാൻ പറ്റുമോ, കാണാൻ പറ്റുമോ? സാധ്യമല്ല, പോസിബിളല്ല. കാരണം അതിനറിയാം, അത്രയും സെൻസിബിളാണ്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഉൾക്കാഴ്ച ഉണ്ട്, അവർക്ക് ഉൾപ്രേരണയുണ്ട്. അതാണ് പ്രധാനം.
നമ്മളാണ് പ്രകൃതിയിൽ നിന്നകന്ന് വലിയ ബുദ്ധിജീവികളായിട്ട് മനുഷ്യൻ നടക്കുന്നത്. നമുക്ക് സങ്കല്പശക്തിയാണ് കൂടിപ്പോയത്. സങ്കല്പിക്കാനുള്ള കഴിവ് ദൈവം നമുക്ക് തന്നതാണ്. ഇത്രയും ദുരന്തവും ദുരിതവും സമൂഹത്തിൽ, ഇത്രയും കണ്ടുപിടുത്തങ്ങളും, ശരിക്കും പറഞ്ഞാൽ കണ്ടുപിടുത്തം നല്ലതാണെങ്കിൽ ദോഷമായിപ്പോയി. നിങ്ങൾ നോക്കി, ഈ കൊറോണയ്ക്ക് ശേഷം മൊബൈൽ വന്ന് സമൂഹം മൊത്തം